നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷത്തിൽ നാം ചതുർഗ്രഹ യോഗം. കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ ചതുർഗ്രഹങ്ങളുടെയും യോഗഫല നിരൂപണം നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ചതുർഗ്രഹ യോഗത്തിൽ പ്രധാനമായും വരുന്ന ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ശുക്രനും ശനിയുമാകുന്നു. വനിതാ സദൃശ ആചാര പുരസ്സര അത്യന്ത ദുർബല ശരീര ഭീരു സർവത്ര ഭവേത് അർക്കേന്ദു സിതാസിതൈ സഹിതൈഹി. അർക്ക ഇന്ദു സിത അസിതൈഹി. അർക്കേന്ദു സിതാസിതൈഹി. അർക്കൻ സൂര്യൻ ചന്ദ്രൻ, സിത ശുക്രൻ, അസിത കർത്താൾ ശനി, ഇവരോട് കൂടിയ ഈ 4 ഗ്രഹങ്ങളോട് കൂടിയ യോഗമുള്ള മനുഷ്യൻ ഇപ്രകാരമായിരിക്കും. എന്താണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വഭാവം എപ്രകാരമുള്ളതാണെന്നാണ് പറയുന്നത്. വനിതാ സദൃശ ആചാര. ഇദ്ദേഹത്തിൻ്റെ ആചാരങ്ങളൊക്കെ സ്ത്രീകൾക്ക് സദൃശമായതാകാം. എപ്രകാരമാണോ സ്ത്രീകൾ പെരുമാറുന്നത് ആ രീതിയിലുള്ള ആചാരങ്ങൾ, നടപടികളായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും രീതികളുമെന്ന് സാരം. പലപ്പോഴും ഇവിടെ ഈ ട്രാൻസ്ജെൻഡർ രീതിയിലുള്ള സ്വഭാവം നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഹിജടകളുടെ സ്വഭാവങ്ങൾ ഈ വ്യക്തിയിൽ നമുക്ക് ദർശിക്കാൻ കഴിയുമെന്ന് സാരം. പിന്നീട് അദ്ദേഹം പുരസ്സരഹ, എപ്പോഴും മുന്നേ നടക്കുന്ന ആളായിരിക്കും, പിന്നെയല്ല നടക്കുക. ഒന്നിച്ചാളുകൾ നടക്കുന്ന സഞ്ചരി സമയത്ത് എപ്പോഴും മുന്നിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പുരസ്സരഹ. പലപ്പോഴും അത് ലീഡർഷിപ്പിനെ കാണിക്കുന്നു, നേതൃത്വ ഗുണം കാണിക്കും. പക്ഷെ ഇവിടെ ആദ്യത്തെ സ്വഭാവം നാം പറഞ്ഞു. ഇനി ഇപ്പോൾ അടുത്ത വരുന്ന സ്വഭാവവും അത്ര ഗുണമുള്ളതല്ല. ഇദ്ദേഹത്തിൻ്റെ ചേഷ്ടാ വിഷയം, ഇദ്ദേഹത്തിൻ്റെ ശരീരം എപ്രകാരമായിരിക്കും? അത്യന്ത ദുർബല ശരീര. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വളരെയധികം ദൗർബല്യങ്ങൾ ഉണ്ടാകാം. ശരീരത്തിന് ദുർബലത വളരെയധികം കൂടിയ ആളായിരിക്കും. ഭീരു സർവത്ര. സർവത്ര ഭീരു. ഇദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായ ടെൻഷൻ, ഭയം കൊണ്ടു നടക്കുന്ന ആളായിരിക്കും. ശോഭയുള്ള ഒരു യോഗമല്ല ഇവിടെ ആചാര്യൻ ഈ 4 ഗ്രഹങ്ങളുടെയും സൂര്യനും ചന്ദ്രനും ശുക്രനും ശനിയും തമ്മിലുള്ള യോഗത്തെ ചർച്ച ചെയ്തിരിക്കുന്നത്. നമസ്തേ.